യൂത്ത് കോൺഗ്രസ് ജില്ലാ യുവജന യാത്രയ്ക്ക് തൃത്താല നിയോജകമണ്ഡലത്തിലെ കൂറ്റനാട് നിന്ന് തുടക്കമായി. നമുക്കൊരുമിക്കാം, നാടിനെ വീണ്ടെടുക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ യുവജന പദയാത്രയുടെ ഉദ്ഘാടനം തൃത്താല നിയോജകമണ്ഡലത്തിലെ കൂറ്റനാട് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ ശ്രാവൺ റാവു, ഷംസീർ അൻസാരി ഖാൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. 12 നിയോജകമണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര ഫെബ്രുവരി 12-ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാലക്കാട് ജില്ലയോടുള്ള അവഗണന തുറന്നുകാട്ടിയാകും പദയാത്ര പര്യടനം നടത്തുക. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഓരോ നിയോജകമണ്ഡലങ്ങളിലും അതാത് നിയോജകമണ്ഡലങ്ങളിലെ പ്രതിനിധികളും പദയാത്രയിൽ അണിചേരും. UDF കേരളം ഭരിച്ചിരുന്നപ്പോൾ ജില്ലയ്ക്ക് വലിയ തോതിലുള്ള പരിഗണന ലഭിച്ചിരുന്നുവെന്നും കഴിഞ്ഞ 10 വർഷക്കാലമായി ജില്ലയോട് സംസ്ഥാന സർക്കാരിന് കടുത്ത അവഗണനയാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനം അതിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് പറഞ്ഞു. ഉമാശങ്കർ എഴമങ്ങാട്, US മീഡിയ ന്യൂസ്. ആരംഭിക്കാനിരിക്കുക യാത്രയുടെ ആദ്യ ദിവസമാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഇവിടുന്ന് ആരംഭിക്കുന്ന പദയാത്ര അതിനെ ഒരുപാട് വൈകിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കാത്തത് കൊണ്ട് സുദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഈ ദിവസം തന്നെ ഈ ജാഥ തുടങ്ങുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഒരു പ്രതിബദ്ധതയാണ്. മഹാത്മാവിന്റെ വിരിമാറിലേക്ക് നിറയൊഴിച്ചിട്ട് മഹാത്മാവിനെ വധിച്ചിട്ടും ഗാന്ധി എന്ന ആശയങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രിയപ്പെട്ട ശ്രീ TP ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് അദ്ദേഹം തിരിച്ചു കടന്നു വന്നിരിക്കുകയാണ്. സ്വാഗതം ഈ വേദിയിൽ വെച്ച് ഞാൻ നേരാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മഹാത്മാവിനെ വധിച്ചിട്ട് ആ ആശയം അവസാനിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവ് നമ്മളാരും പറയുന്നതിനപ്പുറത്തേക്ക് അത് ബോധ്യമുള്ള ആളുകളാണ് രാജ്യം ഭരിക്കുന്ന RSS BJP ഗവൺമെന്റ് എന്ന കാര്യത്തിന് സംശയമാണ്. ആ വധത്തിലൂടെ ഗാന്ധി തീർന്നു പോകുമെന്ന് കരുതി അവർക്ക് പതിറ്റാണ്ടുകൾക്കിപ്പുറവും അത് തെറ്റിപ്പോയി, അത് തീരുന്നില്ല എന്നുള്ളത് തിരിച്ചറിയുന്നതിന്റെ വെപ്രാളത്തിലാണ് അവരിപ്പോഴും ചില നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു വികസനക്ഷേമ പദ്ധതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കപ്പെട്ട കാലം ഏതാണ്? When Singh speaks, world listens എന്ന ആളുകൾ പറഞ്ഞിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രസംഗിക്കുമ്പോൾ ലോകം ശ്രവിക്കുന്നു, ലോകം ശ്രദ്ധിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലകപ്പെട്ട് ലോകമെമ്പാടും സാമ്പത്തിക തകർച്ചയിൽ പോയൊരു കാലം, ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്ന ഒരു കാലം, ധനകാര്യ സ്ഥാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അസ്തമിച്ചിരുന്ന ഒരു കാലം, കുമിളകൾ പോലെ ഹൗസിംഗ് സൊസൈറ്റികൾ ഉൾപ്പെടെയുള്ള സകല സംവിധാനങ്ങളും തകർന്ന ഒരു കാലത്തും ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പോലും അടച്ചുപൂട്ടാതെ ഇന്ത്യയെ കാത്ത ഭരണാധികാരിയുടെ പേരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ളത് ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ. ചരിത്രം എന്നോട് നീതി പുലർത്തുമെന്ന്, എന്നോട് കരുണയുള്ളതായിരിക്കുമെന്ന് അന്നേ പ്രസംഗിച്ച അദ്ദേഹത്തോട് ഇപ്പൊ ആളുകൾ അത് പറയുന്നുണ്ട്. ആ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആ പ്രിയപ്പെട്ടവരെ, ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ സഹപ്രവർത്തകരും